ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിക്കുള്ള ഒരു സാധ്യത തെളിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്ന വാർത്തയൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് പറയുന്നത്. അതായത് അവർക്കിപ്പോൾ നിലവിൽ വേണ്ടതെന്ന് പറയുന്നത് BJP പിടിച്ച് താഴെ ഇറക്കിയിട്ട് ഈ പറയുന്ന മേയർ കസേരയിൽ കയറി ഇരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണല്ലോ ഈ പറയുന്ന ഇടതുപക്ഷത്തിനുള്ളതെന്ന് പറയുന്നത്. അതിൽ തന്നെ കോൺഗ്രസ് ഒപ്പം കൂടിക്കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഇപ്പം പിടിച്ചിറക്കിയിട്ട് നമുക്കങ്ങ് മേയർ കസേരയിൽ കയറി ഇരിക്കാമെന്നൊക്കെയുള്ള ചില വ്യാമോഹങ്ങളൊക്കെ തന്നെയാണല്ലോ. എന്നാൽ കാര്യങ്ങൾ അവരുടെ കൈവിട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്ന തരത്തിലൊക്കെ തന്നെയാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത്. കേൾക്കുന്നത് ശരിയാണെങ്കിൽ, അതായത് ഇടതുപക്ഷത്തിൽ നിന്നും കൗൺസിലർമാർ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത തെളിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് മക്കളെ. അതായത് ഒരു കൗൺസിലർ മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ട് സാധ്യത തെളിയുന്നുണ്ട്. സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന തോതിൽ മുടവൻ മുകൾ എന്ന ആ ഒരു വാർഡിൽ നിന്നും വിജയിച്ച ഗോപകുമാറിന്റെ ഒരു രാജ്യഭീഷണി മണക്കുന്നുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നതെന്ന് പറയുന്നത്. പക്ഷേ കാത്തിരിക്കണം എന്താണ് സംഭവിക്കുന്നത് എന്നത് അറിയാനായിട്ട്. ഈ പറയുന്ന രീതി ആര്യ രാജേന്ദ്രന്റെ വാർഡിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ്, നല്ലൊരു ഭൂരിപക്ഷത്തിലൊക്കെ തന്നെ വിജയിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഗോപകുമാർ. LDF CPM ആ ഒരു ഇതാണ്. അപ്പോൾ ഈ ഗോപകുമാറിന്റെയാണ് ഒരു രാജ്യഭീഷണി ഇപ്പോൾ മണക്കുന്നതായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ LDFന് ഒരു തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞു വരുന്നതെന്ന് പറയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, കോൺഗ്രസിന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയായിരുന്നു ഒരു കോൺഗ്രസ് സ്വതന്ത്രൻ കൊടുത്തതെന്ന് പറയുന്നത്. അത് മറുകണ്ഠം ചാടി BJPക്ക് വോട്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. BJPക്ക് ഓൾറെഡി ഒരു സ്വതന്ത്രന്റെ പിന്തുണയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ BJP ഈ പറയുന്ന രീതി സൂതൻ ഇപ്പോൾ ഈ പറയുന്ന തോതിൽ ജയിലിലാണ് കിടക്കുന്നത്. പക്ഷേ എന്തായാലും സൂതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ സൂതൻ ഇനിയിപ്പോൾ 6 മാസം കഴിഞ്ഞ് ഇനി വരുന്നവരേക്കും വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. കാരണം അവധി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതുകൊണ്ട് ആ ഒരു പോംവഴിയും ഈ പറയുന്ന രീതി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എല്ലാ അർത്ഥത്തിലും അടഞ്ഞു എന്നുള്ളതാണ് ആ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഇപ്പോൾ നിലവിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഭൂരിപക്ഷം എല്ലാ അർത്ഥത്തിലും ഉണ്ട്. പക്ഷേ BJPക്ക് ഭൂരിപക്ഷം ഇനിയും വർദ്ധിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഉള്ളതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും ഈ പറയുന്ന രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ, ഞാൻ ഇപ്പോഴും പറയുന്നു മാറിയാൽ, അതിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറുന്നത് തീർച്ചയായിട്ടും BJPക്ക് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇനി എന്തൊക്കെ തന്നെയായാലും ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ ആ വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു കയറിയ ഇത്രയും LDFനെതിരെ വലിയ തോതിലുള്ള ഒരു എന്താ പറയുക തിരിച്ചടി എല്ലാ വാർഡിലും ഉണ്ടായിട്ടും ഈ ഒരു വാർഡിൽ, അത് പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രന്റെ വാർഡ്, ആര്യ രാജേന്ദ്രൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടല്ലേ പൊട്ടുവരുന്നത് യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഒരു വ്യക്തി നിന്നപ്പോഴത്തേക്കും അവിടെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന കാര്യങ്ങൾ മാറി. അതുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്നും ഈ പറയുന്ന വ്യക്തി മാറിക്കൊണ്ട് ഒരു സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ചാൽ പോലും അവിടെ നിന്ന് വിജയിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു. ഇനി അതല്ല BJPയിലേക്ക് മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. പക്ഷേ ഈ പറയുന്നത് BJPയിലേക്ക് ചാടാതെ തന്നെയും അവിടെ ഒരു സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ചാൽ പോലും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഗോപകുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ഇനി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ തന്നെയും എന്തായാലും ഇടതുപക്ഷത്തിനോ അത് വലതുപക്ഷത്തിനോ ദോഷകരമായി മാറുമെന്നുള്ളത് വ്യക്തമാണ്. ആ ഒരു വോട്ടും കൂടി BJPയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും BJPക്ക് ഭൂരിപക്ഷം കൂടുതൽ കാര്യം. കാരണം സ്വതന്ത്രനായിട്ട് ഒറ്റയ്ക്ക് എന്തായാലും മുന്നോട്ട് പോകുന്ന കാര്യം അത്ര വലിയ ഒരു ഇതായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ തന്നെയും നമുക്കറിയാം, കോൺഗ്രസ് സ്വതന്ത്രനായാലും അല്ലാതെ സ്വതന്ത്രനായാലും ഒക്കെ തന്നെ BJP പക്ഷത്തേക്ക് മാറുന്ന തരത്തിൽ കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് മാറിക്കഴിഞ്ഞാൽ അതെന്തായാലും വൈകാതെ തന്നെ BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അത് BJPക്ക് തന്നെയുള്ള ഒരു വോട്ടായിട്ട് മാറുമെന്നുള്ളതും വ്യക്തമാണ്. അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകാൻ പോകുന്നത് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം ഇടതുപക്ഷത്തിന് 29 കൗൺസിലർമാരാണ് ഉള്ളത്. അതിൽ നിന്ന് ഈ പറയുന്ന രീതി കൊഴിഞ്ഞു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ദുഷ്കരമായ കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, 5 കൊല്ലം ഈ പറയുന്ന രീതിയിൽ ഈ BJP പിടിച്ച് അവിടെ നിന്ന് താഴെ ഇറക്കാനായിട്ട് ഇടതുപക്ഷം ഇനി ഏതൊക്കെ തക്കിട തരികിട കാണിച്ചാലും നടക്കാൻ പോവാത്ത ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് ഇടതുപക്ഷത്തിന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു, കോൺഗ്രസിന് ഉൾപ്പെടെ ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അത് ബോധ്യപ്പെടാതിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ BJPക്ക് നല്ലതെന്നാണ്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് ഇനി വരും ദിവസങ്ങളിൽ കോർപ്പറേഷനിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ പറയുന്ന രീതിയിൽ ഗോപകുമാർ രാജിവെച്ചുകൊണ്ട് പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? ഇനി LDF ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിർത്താനായിട്ട് നോക്കുമോ? ഇനി ഇതൊന്നും തന്നെ കേൾക്കാതെ തന്നെ രാജിവെച്ചുകൊണ്ട് പുറത്തു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി ഈ വാർഡിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെ. എനിക്ക് പറയാനുള്ളത്, എന്തൊക്കെ പറഞ്ഞാലും VV രാജേഷിന് ഇനി ഏത് വശത്ത് നോക്കിയാലും ബമ്പർ ലോട്ടറി തന്നെയാണ് അടിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പകരം ഏറ്റവും വലിയ തോതിൽ ഇനി അങ്ങോട്ട് എല്ലാ രീതിയിലും ഒരു വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം. ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് ഇടതുപക്ഷത്തിന് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒരു ചർച്ചയാവാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. സോ കാത്തിരിക്കാം, ഇങ്ങനൊരു സംഭവം സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ
അത് ഇടതുപക്ഷം ഏത് തരത്തിൽ അത് റിക്കവറാക്കി എടുക്കാനായിട്ട് നോക്കും. ഇനി BJP ഉറപ്പായിട്ടും ഈ പറയുന്ന തോതിൽ അതിനെ BJP പക്ഷത്തേക്ക് ചേർക്കാനായിട്ട് മാത്രമേ നോക്കത്തുള്ളൂ. അവർക്ക് വേണ്ടത് കൗണ്ടാണ്. ആ കൗണ്ട് എത്രത്തോളം അവർക്ക് കൂട്ടാൻ സാധിക്കുമോ അത് അവർ മാക്സിമം കൂട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം VV രാജേഷിന്റെ നീക്കങ്ങൾ ഇനി അങ്ങോട്ട് എന്തൊക്കെയായിരിക്കും. ഇടതുപക്ഷവും ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ ശബരിനാഥനും ഒക്കെ തന്നെ വെള്ളം കുടിക്കുന്ന തരത്തിലോട്ട് ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.